ഇന്ന് അഞ്ചാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നുള്ളത്. അപ്പം ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കണത് ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതും പരത്തലും ചുടലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികൾ ഇന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോളെ ഏൽപ്പിച്ചിരിക്കട്ടെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ. അവളാകുമ്പോൾ പിന്നെ അത് അതിൻ്റെ നല്ല വൃത്തിയിൽ ചെയ്തു തരും. ഞാൻ നുറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആകും. നമുക്ക് പിന്നെ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് പണി തീരണം എന്നുള്ള നിലക്കുള്ള പരിപാടി എൻ്റെത്. കുട്ടികളാണെങ്കിൽ അതിൻ്റെ നല്ല ഐഡിയയിലൊക്കെ ചെയ്യും. അപ്പോൾ അത് പിന്നെ മോളെ ഏൽപ്പിച്ച് മോളത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മോള് കട്ട് ചെയ്യണ ഫ്രൂട്ട്സ് കിവി, സ്ട്രോബെറി, പപ്പായ, ആപ്പിള്, മാംഗോ ഇതൊക്കെയാണ് കേട്ടോ അവൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ പാലും കസ്റ്റേർഡും കൂടിയിട്ട് രാവിലെ തന്നെ അവൾ പാലിൽ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ. അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം ഇത് നോമ്പ് തുറക്കണ നേരത്തെ അതിൽ മിക്സ് ആക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ മുന്തിരി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ അതും അവൾ സെറ്റ് ചെയ്യണ പണിയാണ്. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ 2 കപ്പുള്ളൂ ഇങ്ങനത്തത്. അപ്പോൾ ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. അപ്പോൾ 2 കപ്പ് മാത്രമേ അവൾ കാണിക്കണുള്ളൂ. ഇത്ര ഫ്രൂട്ട്സ് ഉണ്ടായിട്ട് മോൾക്കൊരു പരാതി ഉണ്ട്, അനാറില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ചെയ്യാം, നമുക്കിപ്പോൾ എന്നും ഇപ്പോൾ ഒരുപോലെ ഒന്നും ചെയ്യാൻ പറ്റൂല, നമ്മുടെ അടുത്തുള്ളത് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ്. പിന്നെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാനൊക്കെ ഇരുന്ന് പിന്നെ ഇന്ന് പപ്പായ ജ്യൂസ് ആട്ടോ സ്പെഷ്യലായിട്ട്. പിന്നെ മുന്തിരി ഞങ്ങൾ പഴുപ്പെടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ജ്യൂസും ഉണ്ടാവും. പിന്നെ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ അവിടുന്ന് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് നല്ല കസ്റ്റേർഡിൻ്റെ ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ, ഫ്രൂട്ട് സലാഡ്. പിന്നെ അവിടുന്ന് നിസ്കാരവും ഖുറാനോത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ചത്. അത് പിന്നെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബും ചെയ്യും കേട്ടോ. അസ്സലാമു അലൈക്കും.